ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗ്രാമം കാണാൻ വേണ്ടിയാണ്. അങ്ങനെ ഇതാ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന വഴിയോര കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. പശ്ചിമഘട്ട മലനിരകളും കരിമ്പന തോട്ടങ്ങളും പിന്നെ പേരറിയാത്ത ഒരുപാട് മരങ്ങളും നമുക്ക് ഈ വഴിയോരത്ത് കാണാൻ സാധിക്കും. വലിയ വിശാലമായ റോഡൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് ഈ പ്രകൃതി ദൃശ്യങ്ങളെ കാണുമ്പോൾ തന്നെ യാത്ര എന്ന് പറയുന്നത് മനോഹരമായി തീരും കേട്ടോ. അപ്പൊ നിങ്ങള് പാലക്കാട് വഴി വരികയാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ കൊല്ലങ്കോട് വയൽ. അങ്ങനെ ഇതാ ഈ വിശാലമായിട്ടുള്ള കൊല്ലങ്കോടിന്റെ വയലിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഈ വരമ്പിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പശ്ചിമഘട്ട മലനിരയിൽ നിന്നും ഓടിയെത്തുന്ന ഒരു ഇളങ്കാറ്റുണ്ട്. പിന്നെ ഇതാ കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഈ പാടങ്ങളിൽ നിന്നും വരുന്ന നെല്ലിന്റെ ഒരു മണവുമുണ്ട്. ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഇത്തിരി നേരം നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും മാറി നമ്മളിങ്ങനെ റിലാക്സ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു പൈസയും കൊടുക്കാതെ മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് വയൽ. അങ്ങനെ ഇതാ കുറേ സമയം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകാമെന്ന് കരുതി. അവിടെ കൃഷിപ്പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. വിശാലമായിട്ടുള്ള പാടവും പിന്നെ അതിൽ കുറേ കർഷകരൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റോഡ് ഒന്ന് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തെത്താൻ. അപ്പൊ അങ്ങനെ ഇതാ റോഡിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻട്രലിലൂടെ റോഡ് കടന്നു പോകുന്നു, അപ്പുറവും ഇപ്പുറവും വയലാണ്. ഇതൊരു സമ്മർ സീസണിൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. ഒരു ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ഈ കാഴ്ചയെ അല്ല കാണാം, വേറൊരു കാഴ്ചയായിരിക്കും കേട്ടോ. അതുപോലെ വാട്ടർഫാൾസും കാണാൻ പറ്റും, പിന്നെ പച്ച പിടിച്ചൊരു സ്ഥലമായിരിക്കും. അങ്ങനെ ടോട്ടലി മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലം കേട്ടോ. ഇവിടെ കൃഷിപ്പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ അല്ലായിരുന്നു അല്ലെ, നെൽപ്പാടങ്ങളില് നെല്ലൊന്നും കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കൂ, എല്ലാം റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോഴുള്ള കൃഷി രീതിയൊക്കെ. പിന്നെ അതിൽ നിന്നും മാറി നിൽക്കാത്ത ചെറിയ ചെറിയ പണികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ആ ചൈൽഡ്ഹുഡ് കാലത്തിന്റെ മെമ്മറീസ് ഒക്കെ ഒന്ന് വീണ്ടും റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇത്തിരി നേരം കൂടെ ഇരുന്നു കേട്ടോ. ചേറിന്റെ മണവും പിന്നെ ഈ വെള്ളക്കെട്ടിന്റെ ഗന്ധവും പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നെല്ലിന്റെ മണവും കാറ്റിന്റെ ഗന്ധവും സുഗന്ധവും ഫീലൊക്കെ അനുഭവിച്ചിവിടെ ഇരുന്നപ്പോ മനസ്സിന് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും തോന്നി. അപ്പൊ ഇതുവഴി പോകുന്നുണ്ട് ആളുകളുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് ഈ സ്ഥലം ഒന്ന് കണ്ടിരിക്കുക. മാത്രവുമല്ല, തിരക്ക് പിടിച്ച് വരാൻ വേണ്ടി നിങ്ങൾ വരണ്ട, കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടി വരിക കേട്ടോ. അപ്പൊ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. തിരിച്ചു മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ഇവിടെ വേസ്റ്റുകളൊന്നും നിക്ഷേപിക്കാതെ തിരിച്ചു പോകുക. കാരണം നല്ലൊരു ഗ്രാമമാണ്, നല്ലൊരു പ്രകൃതി രമണീയമായ കാഴ്ചയാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു എൻവയോൺമെന്റ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും കൂടെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ യാത്രകളൊക്കെ കണ്ട് ആസ്വദിക്കാം. അങ്ങനെ ഇതാ കൊല്ലങ്കോട് വയലിന്റെ കൃഷിയും കൃഷിരീതിയൊക്കെ ഞാൻ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവരോട് കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നിട്ടോ. ഒരു ജാടയും ഇല്ലാത്ത പച്ചയായ ഗ്രാമീണ മനുഷ്യർ കേട്ടോ. എന്തൊരു സ്നേഹാന്നറിയോ അവർക്ക് നമ്മോടൊക്കെ അപ്രോച്ച് ചെയ്യുമ്പോൾ. ഒരു ജാടയോ അല്ലെങ്കിൽ അഹങ്കാരമോ ഞാനെന്ന ഭാവമോ ഒന്നുമില്ലാതെ നല്ല പച്ചയായ സ്നേഹമുള്ള മനുഷ്യര്. അങ്ങനെ ആ യാത്രയോടൊക്കെ വിട പറഞ്ഞ് ഞങ്ങളിതാ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. കൊല്ലങ്കോട് വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മറ്റൊന്നാണ് ടെമ്പിള്. അതായത് ഈ ഒരു ടെമ്പിൾ അറിയപ്പെടുന്നത് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള പ്രകൃതി അമ്പലം എന്നാണ് കേട്ടോ. അപ്പൊ അവിടെ ഒന്ന് പോകണം. പിന്നെ ഒരു പേരറിയാത്തൊരു സ്ഥലമുണ്ട്, അതിന്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പൊ അവിടെയൊക്കെ ഒന്ന് പോകണം. അങ്ങനെ അത് പോകുന്നതിന് മുമ്പായിട്ട് ഇതാ മറ്റൊരു ഭാഗത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് പാടിങ്ങനെ പൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതും കുറച്ചു നേരം കണ്ടു നിന്നു. അതും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഈ ചേറിന്റെ മണവും പിന്നെ ഈ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കൊറ്റികൾ അതിന്റെ കൂടെ വരുന്നതും മീൻ പിടിക്കുന്നതൊക്കെ കാണാന് നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോ ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡാണ് അപ്പോൾ ഓർത്തത്. ഈ കാലത്തൊക്കെ
ഞങ്ങൾ ആ മീൻ പിടിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ അങ്ങനെ ഓടുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്, പേരറിയാത്തൊരു സ്ഥലം. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അടിപൊളി വൈബായിരുന്നേ. ക്ലൈമറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് കോട വരുന്നു, ചില സമയത്ത് കുഞ്ഞു മഴ വരുന്നു, പിന്നെ ഇളം കാറ്റ് വരുന്നു, ചെറിയ ഒരു സൺലൈറ്റിന്റെ ചൂടും കിട്ടുന്നു. അങ്ങനെ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അങ്ങനെ ഈ കാഴ്ചയൊക്കെ കുറേ നേരം കണ്ട് ആസ്വദിക്കുകയാണ്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുണ്ടല്ലോ, അത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ് അല്ലേ. എവിടെയൊക്കെ പോകുമ്പോഴും നമുക്ക് പശ്ചിമഘട്ട മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. എല്ലാ സ്റ്റേറ്റിലും പോയാൽ കാണാൻ പറ്റില്ല, കുറച്ച് സ്റ്റേറ്റുകളിലൂടെ പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ കാണാൻ സാധിക്കുക. അപ്പോൾ പാറക്കൂട്ടങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ, കാറ്റ് കാരണം ഡ്രസ്സും ഷോളും മുടിയും ഒക്കെ അങ്ങ് പാറിപ്പോകും. അതുകൊണ്ട് നല്ല വൃത്തിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അങ്ങനെ അവിടെ നിന്ന് ഈ പ്രകൃതിയുടെ അമ്പലത്തിലേക്ക് എത്തുകയാണ്. ഇവിടെ വലിയ ആൽമരക്കൂട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. വിശ്വാസികൾ ഇവിടെ കൊണ്ടുവന്ന് ഒരുപാട് ഷേപ്പുകളുള്ള എന്തൊക്കെയോ മെറ്റീരിയൽസ് അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഹൗസിൻ്റെ ഉണ്ട്, അതുപോലെ വാഹനങ്ങളുടെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ കാഴ്ചകളും കഴിഞ്ഞ് പേരറിയാത്ത മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ കാഴ്ചയും കാണുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇത് കളം എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. പണ്ട് കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്ലേസ് ആണ്.